നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. BJP എംപിമാർ കൂടുന്നു, അല്ലെങ്കിൽ അവർ ബാക്കിയുള്ള മുന്നണി സംവിധാനം ഉപയോഗിക്കുന്നവരെ ചാക്കിട്ട് പിടിക്കാനും ദുർബലമാക്കാനും ശ്രമിക്കുന്നു എന്ന വാർത്തകൾ TV ചാനലുകളിലും അതുപോലെ തന്നെ ഗോദി മീഡിയകളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ പണി കിട്ടാൻ പോകുന്ന അവരുടെ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ നീക്കങ്ങളാണ്. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമുള്ള BJPയുടെ ഏതാനും ചില എംപിമാർ വിമത നീക്കവുമായി കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ അവർ പറയുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ തീർച്ചയായും വിമത നീക്കം നടത്താൻ തങ്ങൾ താല്പര്യമുണ്ട് എന്ന അറിയിപ്പുമായി വരികയാണ്. പക്ഷേ അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തെലങ്കാനയിൽ പോലും BJPയുടെ 3 എംപിമാർ രേവന്ത് റെഡ്ഡിയുമായി അടുപ്പമുള്ളവരാണ്. അവരും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നവരാണ്. പക്ഷേ അവർ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് എളുപ്പത്തിൽ ചാടുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. കോൺഗ്രസും BJPയും തമ്മിലുള്ള അന്തരം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു എന്ന് വലിയ ഞെരിപിരി കൊള്ളുന്ന അമിത്ഷായ്ക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള അന്തരം ഇത്രമേൽ കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു 2019 സമ്പൂർണ്ണ വിജയം? അന്ന് 303 സീറ്റുകളാണ് BJP ഒറ്റയ്ക്ക് നേടിയെടുത്തത്. 52 സീറ്റ് മാത്രമാണ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ BJPക്ക് കോൺഗ്രസിനേക്കാൾ 251 എംപിമാർ വർദ്ധിച്ചിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലീഡായിരുന്നു. അവിടെ നിന്നാണ് പൊത്തോ എന്ന് പറഞ്ഞ് താഴേക്ക് പതിച്ചത്. അത് കല്യാൺ ബാനർജി ചൂ കിറ്റ് കിറ്റ് എന്ന രീതിയിൽ, നാട്ടിലൊക്കെ ഏണിയും പാമ്പും എന്ന രീതിയിൽ പരിഹസിച്ച് കളിയാക്കി. അതിനിപ്പോൾ മറുപടി പാർലമെന്റിലും പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ തൃണമൂൽ ഇപ്പോൾ ഇല്ലല്ലോ എന്ന ചോദ്യമാണ് ആരായുന്നത്. അതിലെ എംപിമാരിൽ പലരും BJPയിലേക്ക് എത്തുന്നതോടെ ബംഗാളിൽ നിന്നും BJPയുടെ ടാലി ഈ നിലവിലെ 11 എംപിമാരിൽ നിന്നും BJPക്ക് 30ലേക്കോ 31ലേക്കോ ഒക്കെ ആകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അവിടെ കണക്കൂട്ടലുകൾ തെറ്റുകയാണ്. അതായത് BJPയുടെ ടാലി കൂടുകയും കുറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. 240 നിന്നും 260ലേക്ക് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴും അവരുടെ സേഫ് സോണുകളിൽ കോൺഗ്രസ് വെടിപൊട്ടിച്ചിരിക്കുകയാണ്. DK ശിവകുമാർ കർണാടകയിലെ മുഖ്യമന്ത്രി ആയതോടെ അവിടെയുള്ള നിലവിലെ BJP എംപിമാരിൽ 5 പേർ കൃത്യമായി കോൺഗ്രസിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. കാരണം കോൺഗ്രസിന് അനുകൂലമാണ് കാര്യങ്ങളെന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഏത് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അത് പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. HD കുമാരസ്വാമിയുടെ ജനതാദൾ സെക്യുലർ തവിട് പൊടിയായി മാറിയിരിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസിന് ഐഡന്റിറ്റി ഉള്ള, അഡ്രസ്സുള്ള സ്റ്റേറ്റുകളിൽ, അവർ ഭരണത്തിലുള്ള സ്റ്റേറ്റുകളിൽ ഇനി BJPക്ക് രക്ഷയില്ല എന്ന് സാരം.